നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് മുഴുവൻ ഒന്നിച്ചുകൊണ്ട് ഫിഫ ലോക ഫുട്ബോൾ പൊടിപൊടിക്കുകയാണ്. ഖത്തറിനെ നെഞ്ചിലെത്തി പ്രവാസികൾ എത്തുമ്പോൾ പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും നൽകുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സംഘടനത്തിന് ആവശ്യമായി വരുന്ന എല്ലാ സഹായങ്ങളും ഖത്തറിന് ലഭ്യമാക്കാൻ സൗദി മന്ത്രാലയങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ലോകകപ്പ് ഉദ്ഘാടന വേളയിൽ ഖത്തറിലെത്തിയ വേളയിലാണ് സൗദി കിരീടാവകാശി സൗഹാർദ്ദത്തിന്റെ പുതിയ വാതിലുകൾ തുറന്ന് ഖത്തറിന് വേണ്ടതെല്ലാം നൽകാൻ തന്റെ രാജ്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കിരീടാവകാശിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞതായി സൗദി സ്പോർട്സ് മന്ത്രി പ്രിൻ അബ്ദുൽ അസീസ് ബിൻ തുർക്കി അൽ ഫൈസൽ പ്രഖ്യാപിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ ലോകകപ്പ് മത്സരത്തിനിടെ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടെ അരികിലിരുന്ന് ഖത്തറിന്റെ സ്കാർഫ് ധരിച്ച് സൗദി കിരീടാവകാശി ഖത്തർ ദേശീയ ടീമിനെ പിന്തുണയ്ക്കുന്ന ദൃശ്യങ്ങൾ വൈറലായിരുന്നു. ലോകകപ്പ് വേളയിൽ അദ്ദേഹം ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് അഭിനന്ദന സന്ദേശം അയച്ചു. ഖത്തർ അമീർ നൽകിയ സ്വീകരണത്തിലും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ പങ്കെടുക്കുകയുണ്ടായി. എന്നാൽ അതിനിടെ ഫിഫ ലോകകപ്പ് ഖത്തർ 2022 ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രീയ തലവന്മാർക്കും സൗഹൃദ രാഷ്ട്രങ്ങളിലെ ഭരണകർത്താക്കൾക്കും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അൽ ബൈത്ത് സ്റ്റേഡിയത്തിൽ സ്വീകരണം നൽകി. ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ ഹുസൈൻ രണ്ടാമൻ, അൾജീരിയൻ പ്രസിഡന്റ് അബ്ദുൽ മജിദ് ഡെബൂൺ, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എൽദോഗാൻ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അതേസമയം കുവൈറ്റ് അമീറിന്റെ പ്രതിനിധി കിരീടാവകാശി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ, ജോർദാൻ കിരീടാവകാശി ഹുസൈൻ ബിൻ അബ്ദുല്ല രണ്ടാമൻ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും, ഒമാൻ സുൽത്താന്റെ പ്രതിനിധിയായി എത്തിയ ഒമാൻ സാംസ്കാരിക യുവജന കായിക മന്ത്രി സയ്യിദ് തിയാസിൻ ബിൻ ഹൈതം ബിൻ താരിഖ് അൽ സെയ്ജ്, ലെബനാന്റെ കാവൽ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി തുടങ്ങിയവരും അമീർ നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി.